മൊഴികളിൽ ദുരൂഹത ആവർത്തിച്ച് പോലീസ്. ചോദ്യം ചെയ്യലിൽ ആസൂത്രിതവും പരസ്പരം സംരക്ഷിച്ചുമുള്ള മറുപടികളാണ് ദമ്പതികൾ നൽകുന്നത്. 4 മണിക്കൂറോളമാണ് ഷിജിൻ കൃഷ്ണപ്രിയ ദമ്പതികളെ പോലീസ് ചോദ്യം ചെയ്തത്. സംഭവത്തിന് ചുരുളഴിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് പോലീസ്. കവളാകുളം സ്വദേശികളായ ഷിജിന്റെയും കൃഷ്ണപ്രിയയുടെയും മകനായ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ആ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിവയറ്റിൽ ശക്തമായിട്ട് അച്ഛൻ ഇടിച്ചത് കൊണ്ടാണ് കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചത് എന്നുള്ളതാണ്. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ പറയാം. അവൻ ജയിലിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. റിമാൻഡ് ചെയ്യുന്നത് ഏത് ജയിലിലേക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപകാരം ചെയ്യണം. എൻ്റെ പൊന്നു തടവുകാരെ, നിങ്ങൾ അവിടെയൊക്കെ ഇല്ലേ? ഏതായാലും ഞാൻ ഓപ്പണായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മൂത്രം പോകരുത്. കുറേ നാളിങ്ങനെ കെട്ടിക്കിടക്കണം. കെട്ടിക്കിടത്തി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്ക് അതന്നെ പാവത്തിൻ്റെ ആ ഒരു എന്താ പറയേണ്ടത്, 3-4 ആൾക്കാർ ചേർന്ന് പിടിച്ചു വെക്കുക. മുട്ടുകാലാണ് നല്ലത്. മുട്ടുകാല് ഡെയിലി ഓരോ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച ആകുമ്പോഴേക്കും മൂത്രം ഇങ്ങനെ കട്ടി കുറഞ്ഞ് പോകാൻ തുടങ്ങും. പിന്നെ മഞ്ഞയായിട്ട് അവിടെ കെട്ടിക്കിടക്കും. അങ്ങനെ കുറച്ച് നരകിച്ച് അയാളങ്ങനെ അവനെ അങ്ങോട്ട് കൊണ്ടുവരും. ഏതാ ജയിലിൽ നിന്നല്ല, തിരുവനന്തപുരത്താണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പൂജപ്പുരയായിരിക്കും ചിലപ്പോൾ കൊണ്ടുവരിക. നോക്കണ്ട, ഓപ്പണായിട്ട് പറയാൻ കഴിയില്ല ഇതല്ലേ. ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മിസ്റ്റേക്കല്ലേ. അല്ല വേറെ എന്താ പ്രതികരിക്കും ഇതിനെക്കൊണ്ട്? അല്ല വേറെ എന്താ പറയുക? അത് നിങ്ങളെന്ന് പറയാം. വേറെ എന്താ പറയേണ്ടത്? ഇതുപോലെ അല്ലാതെ വേറെ നമ്മളെങ്ങനെ പ്രതികരിക്കേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, വലിയ ആൾക്കാരോടുള്ള പോക്കട്ടെ, കൊച്ചുങ്ങളോട് സഹിക്കാൻ പറ്റില്ല. അതും ഉണ്ടാക്കിയവൻ തന്താന്ന് പറയണ്ട. തന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് അർത്ഥങ്ങൾ വേറെ പോകും. ഉണ്ടാക്കിയവൻ ചെയ്ത പോകൃതരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവനെ പിന്നെ ഏത് സ്ഥലത്തേക്കാണ് വിടുന്നത് എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ ആൾക്കാർ കൊടുക്കുക. അവിടെയുള്ള പഴയ ഡോക്ടർമാരുണ്ടാവുമല്ലോ, അവരൊക്കെ കൂടിയിട്ട് ഉറക്കം വരാൻ തുടങ്ങി പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുക. ഒരേ 6-7 മാസം അങ്ങനെ തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴാണ് ഈ ഒരു സംഭവം വരിക. അല്ലാതെ നമ്മളിനിയിപ്പോൾ എന്താ പറയേണ്ടത്, അവനിപ്പോൾ ജയിലിൽ പോകും, കുറേ നാൾ കഴിയുമ്പോൾ അവൻ ജാമ്യത്തിലിറങ്ങും, പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ശിക്ഷിക്കും. ഇപ്പം നമ്മൾ കണ്ടില്ലേ, ആ ഒരു പാറയിലാണ് എന്തോ ഒരു പിന്നെ കണ്ണൂരങ്ങായിട്ടുള്ള ഒരു സംഭവം കണ്ടില്ലേ, 2000 കഴിഞ്ഞ സംഭവമാണ്. 2026 അതിന് ശിക്ഷ കിട്ടി, ജീവപര്യന്ത ശിക്ഷയാണ്. ഒരു 20 വർഷം കഴിയുമ്പോൾ ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഇറങ്ങും. അവരിറങ്ങി വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. അതാണ്. അപ്പോൾ ഇവനെ അങ്ങനെ ആക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഒരു എന്താ പറയുക, വേറെ ഇറങ്ങി വന്ന് വേറെ കല്യാണമൊക്കെ കഴിച്ച് അതിൽ ഒരു കുച്ചുണ്ടായി ഇങ്ങനെയൊക്കെ അങ്ങനെയുള്ള ഒരു ഇതിൽ വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു സാധാരണ ജനങ്ങളായിട്ട് ഞാൻ പറയുന്നതാണേ. സാധാരണ ജനങ്ങളിൽ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അതായത് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണിത്. അപ്പോൾ ഈ വാർത്തയ്ക്ക് ഒരു അതിര് വേണ്ട, ഒരു അറുതി വേണ്ടായിരുന്നു. ഒരാൾക്ക് പേടി ഉണ്ടാകണം, ഒരു ഭയം ഉണ്ടാകണം. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ സ്ഥിതി ഇങ്ങനെ ആയിരിക്കും എന്ന് ഭയം ഉണ്ടാകണം. ഒരുത്തന് പോലും ഇനി അതുപോലെ ചെയ്യാൻ തോന്നരുത്. അത്തരത്തിലുള്ള ഭയമായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഭയം അതാണ് മനുഷ്യനെ ഏറ്റവും പിന്നോട്ടടിപ്പിക്കുന്നത്. പക്ഷേ അതില്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അതാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും പോലീസിനെ കുറ്റം പറയുന്നുണ്ട്. പോലീസിന് ആ ഒരു ഭയം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പലരും ഇന്ന് കുറച്ചെങ്കിലും മര്യാദയ്ക്ക് ജീവിച്ചിരിക്കുന്നത്. പോലീസിന് ഭയം ഇല്ലെങ്കിൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് നമുക്കറിയില്ല. ഇപ്പോഴും പോലീസിനെതിരെ എന്തൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പോലീസിനെ 2 ദിവസം മുമ്പ് തന്നെ ഒരു കാപ്പ കേസ് പ്രതി പോലീസിനെ ഇടിച്ചിട്ടു. ഇപ്പം അവൻ കിടപ്പിലാണ്. അവനെ ആരാ കിടപ്പിലാക്കിയെന്ന് ഞാൻ പറയുന്നില്ല, അവൻ കിടപ്പിലാണ് ഇപ്പോഴും. അങ്ങനെ പലപ്പോഴും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഭയം ഉണ്ടാകും. ആ ഭയമാണ് നമ്മുടെ മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ അപ്പോൾ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി ജീവിതത്തിൽ ഇമാതിരി തോന്നിയ വാസം ഇപ്പോഴെന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയിലിലുള്ള കാര്യങ്ങൾ, ജയിലിൽ സുഖമാണ്, പണിയൊന്നും എടുക്കണ്ട, കറക്റ്റ് ഭക്ഷണം കിട്ടും. ഇതാണ് ചില ആരുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനിടയ്ക്ക് ഒരു കള്ളൻ അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് വീണ്ടും കട്ടിട്ട് വീണ്ടും അയാളകത്ത് പോയി. അതാണ് അയാൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് സുഖം. അവിടെയാണ് ഭക്ഷണം കിട്ടും, അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കുറേ നാൾ കഴിയുമ്പോൾ പറഞ്ഞാൽ ഇച്ചിരി പൈസയും കിട്ടും. അതൊക്കെ കൊണ്ട് വെളിയിൽ വരാം.
അങ്ങനെ ഒരു ലീവിന് പോകുന്നത് പോലെയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ പോക്ക് വരാം, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണമെന്നറിയാം, തിരിച്ച് വരുമ്പോൾ ഇവനൊന്നും നടക്കാൻ കഴിയാത്ത വിധത്തിൽ അവശനായിട്ട്, അതായത് പിന്നെ ഒരാളെ ഒന്നും ചെയ്യാൻ കഴിയാത്ത തരത്തിലായിരിക്കണം ഇവർ തിരിച്ചു വരുന്നത്. അതാണ് വേണ്ടത്. അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മുടെ നാട്ടിലല്ല, നമ്മുടെ എവിടെയായാലും അത് നടക്കൂല, നമുക്കറിയാം. ഇവിടെ കയ്യോ കൊള്ളുവാൻ കാര്യക്കാരെന്നാ പൈസ അതുള്ളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ തന്നെയാണ്. അതാണല്ലോ ഇവരുടെയൊക്കെ ധൈര്യം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ആൾക്കാർ ഇവരെ പുറകിലുണ്ടാവും. ആ പുറകിലുള്ളതുകൊണ്ട് തന്നെ ഇവർ പല ആൾക്കാരെയും ഭീഷണിപ്പെടുത്തും. ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നതുകൊണ്ട് ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജയിലിൽ കൊണ്ടുവരുമ്പോൾ അവിടെയുള്ള ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് നടത്തി കഴിഞ്ഞാൽ ഓനൊരു 6 മാസം കൊണ്ട് ഏകദേശം ഒരു തീരുമാനത്തിലേക്ക് പോകും. ആണ്. അല്ലാതെ എന്താണ് ഇതിനെ പറ്റിയിട്ടൊക്കെ പറയുക? എന്താ പറയണ്ടേ പിന്നെ? അവൻ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇനി അവൻ ഇങ്ങനെ, അതാണോ പറയേണ്ടത്? ഒരു മനുഷ്യൻ എന്ന നിലയിൽ അത് പറയാൻ അനുവദിക്കുന്നില്ല. തികച്ചും തെറ്റാണ് പറയുന്നെങ്കിൽ അത് അനുവദിക്കുന്നില്ല. അതാണ് മനസ്സിലാക്കിയ നിങ്ങൾ. എന്തൊരു അവസ്ഥയല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കറ. അത് എത്രമാത്രം അതിൻ്റെ വിശ്വാസത്തിലായിരിക്കും ആ മടിയിലിരുന്നിട്ടുണ്ടാവുക. ആ ഒരു വിശ്വാസം, ആ വിശ്വാസത്തിലല്ലേ മടിയിലിരുന്നിട്ടുണ്ടാവും. അപ്പോഴേ അച്ഛൻ എന്ന് പറയുന്ന ഒരു കഴിവേറിയ മോൻ അവൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത്. വീട്ടുകാർക്ക് എല്ലാവർക്കും സംശയം കൊണ്ടുവരും, ഭാര്യയും ഭർത്താവും തമ്മിൽ മുടിഞ്ഞ പ്രശ്നമാണ്. ഇവറ്റകൾക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടൊന്ന് ഉപേക്ഷിക്കാമല്ലോ. അതാണ് ഞാൻ ചോദിക്കുന്നത്. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടൊന്ന് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാലോ. അതുപോലും ചെയ്തില്ല. വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ലഹരികളാണെങ്കിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, അതിനെതിരെയും ഇതില്ല. ഇത് പാവങ്ങളായ ഒരുപാട് പേര് ഇതിൻ്റെ പേരിൽ കണ്ണീര് കുടിച്ച് അവരൊക്കെ എന്ന് പറഞ്ഞാൽ പരലോകത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് ആലോചിച്ചത്. എല്ലാവരും പറയും ലഹരിയുടെ ഇതിലാണ് അല്ലെങ്കിൽ മദ്യപാനിയാണ് എന്നൊക്കെ പറയുമ്പോഴും അതിനാരാണ് കാരണം? അതാണ് ഞാൻ ചോദിക്കുന്നത്. ആരാണ് കാരണം? എൻ്റെ അഭിപ്രായത്തിന് ഇവിടെ മദ്യത്തിന് ഇനിയും വില കൂട്ടണം. അതാ വേണ്ടത്. ഒരു 2000 രൂപയിലാണ് ഒരു ചെറിയൊരു മദ്യത്തിന്. അതാ വേണ്ടത്. കാരണം എന്ന് വെച്ചാൽ എന്നാലും ഇവന്മാർ കുറച്ച് കുറക്കുള്ളൂ ഇത്, അല്ലാതെ വേറെ രക്ഷയില്ലെന്ന്. വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഇതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു നിയമം കയ്യിലെടുക്കാനൊന്നും ആരോടും പറയുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ എന്തുകൊണ്ട് എൻ്റെ ഒരു വികാരം പ്രകടിപ്പിച്ച് മാത്രമേ ഉള്ളൂ. ഒരാളും നിയമം കയ്യിലെടുക്കാൻ പാടില്ല കേട്ടോ. ഞാൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത് തന്നെ എന്ന് പറഞ്ഞാൽ വേറെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. നന്ദി, നമസ്കാരം. വേറെ എന്ത് പറയാനാണ്?